ഹായ് ഗൈസ്, ഞങ്ങളിന്ന് എത്തിയിരിക്കുന്നത് കൊടുമ്പിലാണ് ഗൈസ്. കൊടുമ്പിൽ ഒരു പ്രസിദ്ധമായൊരു ക്ഷേത്രമുണ്ട്, തിരുവാലത്തൂർ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രം ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് ഇന്നത്തെ യാത്ര. ഇന്ന് ഡിസംബർ 13 വെള്ളിയാഴ്ച തൃക്കാർത്തികയാണ് കേസ്. അപ്പോൾ തൃക്കാർത്തികയ്ക്ക് ഏറ്റവും പ്രസിദ്ധമായ ഒരു ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രം കേട്ടോ. ഒരുപാട് ദീപാലങ്കാരങ്ങളൊക്കെ തെളിയിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ ആ അമ്പലത്തിൽ പോയി തൊഴുതിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കേണ്ട ഗൈസ്. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഗൈസ്, നമ്മുടെ ശോകനാശിനി പുഴയാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി പോയാലാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്താൻ പറ്റുക. ഭാരതപ്പുഴയുടെ പോഷക നദിയായ കണ്ണാടിപ്പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ശ്രീ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രം. ആദിപരാശക്തിയായ ജഗദാംബിക അത്യുഗ്ര ദേവതയായും മഹിഷാസുരമർദ്ദിനിയായും ശാന്തസ്വരൂപിണിയായ അന്നപൂർണേശ്വരിയായും രണ്ടു ഭാവങ്ങളിൽ കുടികൊള്ളുന്ന ക്ഷേത്രമായതുകൊണ്ടാണ് ഇതിന് രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രം എന്ന പേര് വന്നത് കേട്ടോ. ക്ഷേത്രം ആ കാണുന്നതാണ്. ആളുകളൊക്കെ കണ്ടില്ലേ, അമ്പലത്തേക്ക് ഈ വരമ്പിലൂടെ നടന്നു പോവുക, ആ വഴി കൂടെയൊക്കെ വരാട്ടെ. ഇവിടെയൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാട്ടാ. അരവിന്ദ് ഭാസ്കർ, ഗ്രാൻഡ് സൺ ഓഫ് ലേറ്റ് AV അരവിന്ദ്, അയ്യപ്പൻ വാര്യം, തിരുവാലത്തൂർ. തെളിയിക്കാവുന്നതാണ്. തിക്കും തിരക്കും ഉത്സവ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. എല്ലാവർക്കും വിളക്കുകളാണ് നമ്മുടെ ക്ഷേത്രത്തിലുള്ളത്. ഗുരുവായൂർ മേൽശാന്തി ശ്രീ കക്കാട് ദേവദാസൻ നമ്പൂതിരിപ്പാട് അവർ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ തിരുവാലത്തൂർ ശ്രീ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക നാളിലെ കാർത്തിക ദീപം, ആദ്യ കാർത്തിക ദീപം തെളിയിക്കുന്നു. അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എല്ലാവരും, സ്ത്രീകളും കുട്ടികളും ആഭരണങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നത്തെ വഴിപാടുകാർ ദീപസ്തംഭത്തിന് ചുറ്റും നിൽക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. കേരളത്തിന്റെ തൃക്കാർത്തിക എന്നറിയപ്പെടുന്ന ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. മേലൊക്കെ താഴ്ച കൊളുത്തു, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിലൊക്കെ മേലൊക്കെ താഴ്ച കൊളുത്തിട്ടുണ്ടോ. എല്ലാവരും അല്പസമയത്തിൽ തന്നെ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ദേവി ദർശനത്തിനായി എത്തിയവർക്ക് ക്ഷേത്രത്തിലെ 10,000-ൽ പരം കൽവിളക്കുകൾ നിമിഷങ്ങൾക്കകം തിരിതെളിഞ്ഞൊഴുകുന്നു. അഭൂതപൂർവമായ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. സ്ത്രീകൾ ആഭരണങ്ങൾ സൂക്ഷിക്കുക. സ്ത്രീകളും കുട്ടികളും ആഭരണങ്ങൾ താഴോട്ട് കൊടുക്കേണ്ടതാണ്. പ്രദീപ് താഴത്തെ ക്ഷേത്രത്തിന് സമീപത്തുള്ള ദീപസ്തംഭത്തിനടുത്ത് എത്തിച്ചേർന്നതാണ്. അപ്പോൾ കൈ സൗമ്യം തിരി കൊളുത്താൻ വേണ്ടി പോയി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചുറ്റും, ഈ അമ്പലത്തിന് ചുറ്റും എല്ലാവരും തിരി തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ എന്താ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് നെയ്യിലാണ് കേസ്. നെയ്യ് ഒഴിച്ചിട്ടാണ് ഇവർ ഈ തിരി ഈ വർഷം തെളിയിക്കുന്നത്.
അന്നദാന വഴിപാടിന് സമർപ്പിച്ച എല്ലാ ഭക്തരും തയ്യാറാക്കിയിട്ടുണ്ട്. അന്നദാന വഴിപാട് സമർപ്പിച്ച ഭക്തർ പ്രസാദ വിതരണ കൗണ്ടറിൽ ചെന്ന് വഴിപാട് സംഖ്യ അളവാക്കിയ രസീത് കാണിച്ച് പ്രസാദം കൈപ്പറ്റാവുന്നതാണ്. ഗീതമായി അഭ്യർത്ഥിക്കുന്നു. കേരളത്തിലെ തന്നെ അസുലഭ കാഴ്ചയാണ് തിരുവാലത്തൂർ ശ്രീ രണ്ടമൂർത്തി ഭഗവതി ക്ഷേത്രത്തിലെ ഈ ദൃശ്യം. ദേവീ ദർശനത്തിന് സുഗമമായി ദേവീ ദർശനത്തിന് എത്തുന്ന ഭക്തർ 10,000-ൽ പരം കൽവിളക്കുകളിൽ ദീപങ്ങൾ ചെറിയുന്ന ഈ കാഴ്ചയും കണ്ട് ദർശന സായുജ്യമടയാറുണ്ട്. ഭക്തജനങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് ഉണ്ണിയപ്പത്തിന്റെ കൗണ്ടർ ആനപ്പന്തിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ചിക്കൻ ഫണ്ട് ഗോപാലപുരം മാസ്റ്റർ അഖിൽ ശ്രീദേവി പാലിച്ച ഡോക്ടർ ശോഭ മോഹൻ മുംബൈ, ശ്രീമതി രാധാരമണി ലക്ഷ്മി നിലയം കേരൂർ പറളി, ശ്രീ സൂരജ് ശങ്കരനാരായണൻ ശങ്കരനാരായണൻ ഉന്നയിച്ചു. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് തിരിയൊക്കെ കൊളുത്തി നല്ലൊരു സന്തോഷമായിട്ട് കേസ്. ഒരുപാട് നല്ല എന്താ പറയുക, കാണാൻ നല്ല ഭംഗിയായിരുന്നു. 10,000 ദീപങ്ങൾ തെളിച്ചിട്ടുള്ള ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോകാണ്ട് കേസ്. ഇതാണ് കൊടിമരമാണ് നമ്മുടെ ഈ കാണുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നീങ്ങുന്നുണ്ട്. ഉത്സവ കമ്മിറ്റി വൈദ്യന്മാരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചു. ഉത്സവ കമ്മിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഉത്സവ കമ്മിറ്റി വൈദ്യന്മാർ പ്രത്യേകം ബാൻഡ് ധരിച്ചതിന് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതേപോലെ വന്നിട്ട് ഇവിടെ തിരിയൊക്കെ തെളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കേസ്. നോക്കൂ, രാത്രി ആകുന്തോറും ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ കേസ്, ദീപം തെളിക്കാൻ വേണ്ടിയിട്ട്. രാത്രിയിൽ ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ദീപപ്രഭ കാണാൻ നമുക്ക് വളരെ കണ്ണിന് കുളിർമയായ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ കേസ്. എല്ലാവരും വന്നിട്ട് തിരി തെളിച്ച് കെടുന്ന തീയെ വീണ്ടും അത് കത്തിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഭക്തജനങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ കേസ്. അപ്പോൾ ഉണ്ണിയപ്പം ഈ അമ്പലത്തിലെ ഒരു പ്രസാദമാണ് കേസ്. അപ്പോൾ ഞങ്ങൾ വാങ്ങിയ ഒരു പാക്കറ്റിന് 50 രൂപയാണ്. അപ്പോൾ അവിടെ നിന്ന് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേസ്.
അപ്പോൾ ഗൈസ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതി ഇറങ്ങിയിട്ട് ഗൈസ്. അപ്പോൾ അമ്പലത്തിൻ്റെ വെളിയിലായിട്ട് ഒരു സ്പ്രിംഗ് റോള് ഉണ്ടാക്കുന്ന ഒരു കട കണ്ടിട്ട് ഗൈസ്. 2 ചേട്ടന്മാർ അവിടെ സ്പ്രിംഗ് റോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കാണാൻ ഭയങ്കര കൗതുകമായിട്ട് തോന്നിയിട്ട് ഗൈസ്. ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇങ്ങനെ ഈ കമ്പിൽ ചുറ്റിയിട്ട് ഇങ്ങനെ അവരിങ്ങനെ കറക്കുമ്പോൾ അത് ഇങ്ങനെ ഒരു നല്ല ഭംഗിയിൽ വരുന്നുണ്ട്, സ്പ്രിങ് പോലെ വരുന്നത് ആ കാഴ്ച. അപ്പോൾ അവിടെ നിന്ന് കുറേ നേരം അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നിൽക്കാണ്ട് ഗൈസ്. ഇതുവരെ ഞങ്ങൾ കഴിച്ചിട്ടില്ല. എന്തായാലും ഇത് ഒരു മനോഹരമായൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ പോകാൻ പറ്റും.